കടയ്ക്കൽ ദേവീക്ഷേത്രത്തിലെ വിപ്ലവഗാന വിവാദത്തിൽ ഹൈക്കോടതി ഇടപെടലിന് പിന്നാലെ ക്ഷേത്രത്തിലെ ഉപദേശക സമിതി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ശരിയായ നടപടിക്രമത്തിലല്ലെന്ന പരാതിയും ചർച്ചയാവുകയാണ്. വിപ്ലവഗാനങ്ങൾ ആലപിച്ചതിലും ക്ഷേത്ര പരിസരത്ത് പാർട്ടി കൊടികൾ വീശിയതിലും ഉപദേശക സമിതിയിലെ ചിലരെ രാഷ്ട്രീയ സ്വാധീനത്താൽ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതായും ആക്ഷേപം. സംഭവത്തിൽ ദേവസ്വം വിജിലൻസ് അന്വേഷണം തുടരുകയാണ്. ഇക്കഴിഞ്ഞ 10-ാം തീയതിയാണ് ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തിനിടെ വിപ്ലവഗാനങ്ങൾ പാടിയുള്ള സംഗീത പരിപാടി അവതരിപ്പിച്ചത്. വേദിയിൽ ഡിവൈഎഫ്ഐ പതാകകളും CPM ചിഹ്നവും പ്രദർശിപ്പിച്ചു. സംഭവത്തിൽ വലിയ പ്രതിഷേധമുയർന്നതിന് പിന്നാലെ ദേവസ്വം ബോർഡും സമ്മർദ്ദത്തിലായി. ഇതിനിടെ ഹൈക്കോടതി കേസ് പരിഗണിച്ചു. രൂക്ഷ വിമർശനമാണ് ദേവസ്വത്തിനും ഉപദേശക സമിതിക്കുമെതിരെ ഹൈക്കോടതി ഉന്നയിച്ചത്. ദേവസ്വം വിജിലൻസ് വിഭാഗം അന്വേഷണം ആരംഭിച്ചെങ്കിലും ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു. ഹൈക്കോടതിയുടെ വിമർശനം കൂടി ഉണ്ടായതോടെയാണ് അന്വേഷണം തുടരുന്നത്. വിജിലൻസ് SI ബിജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം സബ് ഗ്രൂപ്പ് ഓഫീസർ, ക്ഷേത്ര ഉപദേശക ഭാരവാഹികൾ എന്നിവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. ഉപദേശക സമിതിയിലെ ചിലരെ രാഷ്ട്രീയ സ്വാധീനമുള്ളതിനാൽ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതായും ആക്ഷേപമുയരുന്നുണ്ട്. മുൻപും ക്ഷേത്രത്തിൽ സമാന സംഭവങ്ങൾ നടന്നിരുന്നു. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചിട്ടും അത് തടയുന്നതിന് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകാത്തത് കടുത്ത വീഴ്ചയാണ്. അതേസമയം CPM ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ പ്രസിഡന്റായ ക്ഷേത്ര ഉപദേശക സമിതിയിലെ തിരഞ്ഞെടുപ്പ് ശരിയായ രീതിയിലല്ല നടക്കുന്നതെന്ന പരാതിയുമുണ്ട്. കാലാവധി കഴിഞ്ഞും ഉപദേശക സമിതി ഭാരവാഹികളെ നിലനിർത്തുന്നതായും ഇവർക്കെതിരെ ക്രിമിനൽ കേസുള്ളതായുമാണ് പരാതി. മാർച്ച് 25-നകം അന്വേഷണം പൂർത്തിയാക്കാനാണ് ദേവസ്വം വിജിലൻസ് വിഭാഗത്തിന്റെ നീക്കം. ഹൈക്കോടതി 27-ന് കേസ് വീണ്ടും പരിഗണിക്കും. വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്നാകും നടപടി. ജനം, കൊല്ലം.